എന്താ എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയേ? പേടിക്കണ്ട മുത്തശ്ശി, ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാർത്തി, ഇതെന്താ ഉണ്ടായത്? എന്താ ഉണ്ടായത്? എന്റെ കുഞ്ഞിനെ ആര് ദ്രോഹിച്ചത്? ജയരമ, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? സന്തോഷിക്കാനാ പോയത്, സങ്കടത്തിലാണത് കലാശിച്ചത്. അമ്മേ, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എല്ലാം വിശദമായിട്ട് അവൻ പറയും. പറയടാ, എന്താ ഉണ്ടായതെന്ന്. പറയാം. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെ കൊല്ലാറാക്കിയല്ലോ. കാർത്തിമോൻ ഉണ്ടായിരുന്നോണ്ട് കൂടുതൽ ആപത്തൊന്നും പറ്റിയില്ല. ഈ സംഭവിച്ചത് ആപത്തല്ലേ? ദേ നിൽക്കുന്നു, ഇവളായിരിക്കും എല്ലാത്തിന്റെ സൂത്രധാരക. ഇവളെ കൊണ്ടുപോയപ്പോഴേ ഞാൻ അപകടം മനസ്സിൽ മണത്തതാ. ഇവള് തന്നെയാ ഇതിന്റെയൊക്കെ അണിയറ ശില്പി. അയ്യോ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കല്ലേ. നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അത് കുറച്ചു നാളായി തുടങ്ങിയിട്ട്. നീ ആരാണെന്നും നിന്റെ ഉള്ളിൽ എന്താണെന്നും നീ നിരന്തരം ഞങ്ങളെ പഠിപ്പിച്ചോണ്ടിരിക്കുക. അയ്യോ, ഇവരെല്ലാരും കൂടി നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് പോയത്. ഞാനൊരു അന്യയെ പോലെ അവിടെ നടക്കുകയായിരുന്നു. എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിനക്ക് ബന്ധമുള്ളവരെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിനെക്കുറിച്ചുള്ള തെളിവുകളൊക്കെ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുക. ഇവളുടെ ആങ്ങളയുമായിട്ട് നിനക്ക് ഇപ്പോഴും ബന്ധമില്ലേടി? പറയടി. എന്തൊക്കെയാ അമ്മായി പറയുന്നേ? അമ്മായിയോ? ആരുടെ അമ്മായി? ഞാൻ നിന്റെ അമ്മായിയൊന്നുമല്ല. ഇനി മേലെ എന്നെ അങ്ങനെ വിളിക്കരുത്. ഇവിടെ എന്തുണ്ടായാലും നിങ്ങൾ എല്ലാരും എന്റെ നേരെ വരുന്ന എന്തിനാ? നീ മിണ്ടരുത്. ദേ, ഇവള് തന്നെ ഇതിന്റെയൊക്കെ പിന്നില്. ആ കാര്യത്തിൽ എനിക്കും സംശയം തന്നെയാ.